ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ ചെക്കിംഗ് ബാക്ക് ഓൺ മൈ ചാനൽ മിസ്റ്റർ ഷെഫ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ പല പ്രാവശ്യമായിട്ട് നമ്മൾ പല മന്തികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ മന്തിയാണ് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബീഫ് മന്തിയുടെ അല്ലെങ്കിൽ മട്ടൻ മന്തിയുടെ റെസിപ്പി വേണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് മന്തി. അതിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബീഫിന് റിബ്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാരിലുകൊണ്ടാണ് നമ്മൾ ഈ മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, നമുക്ക് മട്ടൺ വേണമെന്നുണ്ടെങ്കിലും ഈ സെയിം റെസിപ്പിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ സെയിം ഇൻഗ്രീഡിയൻസ്, സെയിം മെഷർമെന്റ്, സെയിം റെസിപ്പി, സെയിം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മട്ടൺ മന്തിയും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളൊരു നൈസ് ആയിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പക്ക ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ ഇന്ന് കുക്കിംഗ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആയിട്ട്, ഇപ്പോൾ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് ഔട്ട്ഡോറിലേക്ക് കുക്ക് ചെയ്തിട്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് നല്ലൊരു മന്തി കഴിക്കാന്നുള്ളതാണ്, മന്തി ഉണ്ടാക്കി കഴിക്കാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അല്ലാതെ കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മുടെ തിക്ക് ഫ്രണ്ട്സാണ്, നമ്മുടെ മാരാങ്ങളുള്ള നമ്മുടെ വീടിനടുത്തുള്ള കൂട്ടുകാർ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതെങ്ങനെ നമ്മുടെ ബീഫ് റിബ്സ് എങ്ങനെ നമുക്ക് മാരിനേഷൻ ചെയ്ത് നോക്കാം. ഗൈസ്, ആദ്യമായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മളുടെ ബീഫിന്റെ മാരിനേഷൻ ഉണ്ടാക്കാനായിട്ട്. പാത്രം എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കല്ലിൽ അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഇതിലേക്ക്. അടുത്തായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ റെഡ് ചില്ലി പൗഡർ ആണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മളുടെ ജീരകം പൊടിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്, നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്ന് ഇടാം. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. അടുത്തായിട്ട് നമ്മുടെ ഉണങ്ങിയ നാരങ്ങ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടുന്നുണ്ട്. ആ ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ചിലത് നമ്മളിത് ഫുള്ളായിട്ട് ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലേവർ പുറത്തേക്ക് വരാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടുന്നത്. അടുത്ത ഇതിലേക്ക് നമ്മളൊരു മാഗി ക്യൂബ് കൂടി ഇടുന്നുണ്ട്. മാഗി ക്യൂബ് ചില ആൾക്കാർക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നമ്മൾ മാഗി ക്യൂബ് ഇടുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാഗി ക്യൂബിന് അത് വളരെയധികം സോൾട്ട് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് വളരെയധികം കൂടുതലാണ്. മാഗി ക്യൂബ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ഇടുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഉപ്പിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിന്റെ അളവ് കുറച്ച് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉപ്പിന്റെ അളവ് കുറച്ച് കൂട്ടിയിട്ടാലും കുഴപ്പമുണ്ടാവില്ല. ഏകദേശം നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് ടൊമാറ്റോ പേസ്റ്റ് ആക്കി അടിച്ചിട്ട് ഒരു 1/4 കപ്പും കൂടെ ഒഴിക്കുക ഇതിലേക്ക്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബീഫിന്റെ റിബ്സ് അല്ല, നമ്മൾ വാരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തു കൊണ്ടുവന്നതാണ്. അടുത്തായി നമുക്കിത് മാരിനേഷനിലേക്ക് ഇടാം. നമ്മുടെ മാരിനേഷനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മളുടെ ബീഫ് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു പാർട്ടാണ് ഇതിൽ ശരിക്കും ക്രൂഷ്യലായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മൾ എന്ത് സാധനം മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു 4 മണിക്കൂർ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമാണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ്, അതായത് തലേദിവസം രാത്രി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളുടെ മാരിനേഷൻ നന്നായിട്ട് മീറ്റിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തായി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മളുടെ പ്രഷർ കുക്കറിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് പ്രഷർ കുക്കറിലാകുമ്പോൾ നമുക്ക് വളരെ സമയം ലാഭിക്കാൻ പറ്റും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബീഫിൻ്റെ റിബ്സ് ഒക്കെ നമുക്ക് വെന്ത് കിട്ടാനായിട്ട് വളരെ സമയം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബീഫിൻ്റെ റിബ്സ് നമുക്ക് നമ്മളുടെ കുക്കറിലേക്ക് ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ആ കഴുകിയെടുത്ത വെള്ളം നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആ വെള്ളത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമുക്ക് എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റൗ ഇതിലേക്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ നമ്മൾ സിമ്മിലും ഇട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബീഫിന്റെ റിബ്സ് ഇവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നമ്മളുടെ മീറ്റൊക്കെ ബോണിന് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് നമ്മളുടെ റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ശേഷം നമുക്ക് നല്ലൊരു ഉരുളി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ളൊരു ചെമ്പെടുത്ത് വെക്കുക. കട്ടിയുള്ളതെന്ന് ഉറപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മന്തി നമ്മൾ ദം അടിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം.
2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുന്നുണ്ട്. ഗീ ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിട്ട നെയ്യ് നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഇടുന്നത് നമ്മുടെ ഹോൾ സ്പൈസസ് ആണ്. നമ്മൾ 2 സ്റ്റാർ അനീസ് ഇടുന്നുണ്ട്, ഒരു 6 കരയാമ്പൂ, ഒരു 5 ഏലക്കായ, ഒരു 15 അല്ലെന്നുണ്ടെങ്കിൽ 20 കുരുമുളക്, 2 ബേ ലീഫ്, ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 വലിയ പീസ് കറുവാപ്പട്ട. നമുക്ക് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടുന്നത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പൈസസ് നന്നായി റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തെടുത്ത 4 സവോള ഇടുകയാണ്. സവോള ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ സ്പൈസസ് റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചൂടായ എണ്ണയിൽ ഏകദേശം ഒരു 30 സെക്കൻഡ് തുടങ്ങി അല്ലാന്നുണ്ടെങ്കിൽ 45 സെക്കൻഡ് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് നമ്മളുടെ സ്പൈസസിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ മന്തി റൈസിനും അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഡിഷിനും നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സവോള ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത 1.5 തക്കാളി ഇതിലേക്ക് ഇടാം. അതിന് കൂടെ തന്നെ നമുക്ക് മാഗി ക്യൂബ് എടുത്ത് നന്നായിട്ട് പൊടിച്ചിടാം. ഇതിലേക്ക് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടാം. അതിന് കൂടെ തന്നെ നമുക്ക് 3 ഡ്രൈ ലെമൺ കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് കുക്കാകുന്ന വരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് കുക്ക് ചെയ്തപ്പോൾ ബാക്കിയുള്ള നമ്മളുടെ ബീഫിൻ്റെ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഗൈസ്, നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് 1/2 കപ്പ് സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുക. നമ്മൾ 1/2 കപ്പ് സ്റ്റോക്ക് അളന്നൊഴിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് 4 കപ്പ് വെള്ളമാണ്. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് 2 കിലോ അരിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു കപ്പിൽ മെഷർ ചെയ്തപ്പോൾ വന്നത് അത് 3 കപ്പ് റൈസാണ്. അപ്പോൾ 3 കപ്പ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ടത് 4.5 കപ്പ് വെള്ളം. ഇതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അരി അളക്കാൻ ഉപയോഗിക്കുന്ന സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ വെള്ളം അളക്കുമ്പോഴും ഉപയോഗിക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കണക്ക് തെറ്റിപ്പോകും, നമ്മളുടെ റൈസ് കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അളന്ന് വെച്ച് ബാക്കിയുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്, അതായത് 4 കപ്പ് വെള്ളം. ഗൈസ്, നമുക്ക് പൊടിക്ക് ഉപ്പ് കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഫ്രണ്ടിലേക്ക് നീങ്ങണം. കാരണം നമ്മൾ റൈസ് ഇടുന്നുണ്ട്, റൈസിലേക്ക് നമ്മൾ വെള്ളം പിടിച്ച് നമ്മുടെ ഉപ്പും കൂടെ വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവ് കുറവ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ സ്റ്റോക്ക് പ്ലസ് നമ്മുടെ വെള്ളത്തിനകത്ത് നന്നായിട്ട് സീസൺ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉപ്പിടണം. അപ്പോൾ നമുക്ക് പൊടിക്ക് ഉപ്പ് കുറവുണ്ട്. ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഏകദേശം നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വാരിയെടുത്ത സ്റ്റെല്ലയുടെ ഗോൾഡൻ റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. കാണാൻ നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് റൈസിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് റൈസ് നന്നായിട്ട് തട്ടി പൊത്തി വെച്ചതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് സ്റ്റവ് ഓഫ് ആക്കാം. അടുത്തായി നമുക്ക് ഇതിലേക്ക് കുറച്ച് നറുനെയ്യ് ഒഴിച്ച് വിടാം. നമുക്ക് നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് കുറച്ചിടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് നന്നായിട്ട് ടേസ്റ്റ് ഇടാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഇട്ടേക്കുന്നത്. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് വട്ടത്തിലരിഞ്ഞ തക്കാളി നമ്മളൊന്ന് ജസ്റ്റ് ഗാർണിഷ് ആയിട്ട് വെക്കുകയാണ്. അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് ഇതെടുത്ത് നമ്മളുടെ ബീഫിൻ്റെ റിബ്സ് കൂടെ നമുക്ക് ഇതിലേക്ക് അറേഞ്ച് ചെയ്യുകയാണ്. അടുത്തായി നമ്മൾ സില്ലോ ഫോയിലോട് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിന്റെ അടപ്പ് വെച്ച് സ്റ്റൗവിന്റെ ഫ്ലെയിം നമ്മൾ സിമ്മറിലിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മന്തി നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിലോ ഫോയിൽ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാത്രത്തിന്റെ ലിഡ് വെച്ച് കറക്റ്റായിട്ടുള്ള ലിഡ് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലും കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സിൽവർ ഫോയിൽ വെക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാത്രത്തിന്റെ ലിഡ് മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തായി നമ്മൾ സ്റ്റൗവിന്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇടുകയാണ്. അടുത്തായി നമുക്ക് ഒരു 20 തുടങ്ങി 25 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 25 മിനിറ്റ് വരെ നമ്മൾ ദമ്മിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ സിമ്മറിലാണ് ഫ്ലെയിം വെച്ചിരുന്നത്. അടുത്തായി നമുക്കൊന്ന് പൊട്ടി നോക്കാം. അടുത്തായിട്ട് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂടി നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അഭിപ്രായം ചോദിക്കുന്ന സെക്ഷനാണ്. എനിവേ നമുക്ക് ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായം ചോദിക്കാം. ഓക്കെ.
മന്തി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ടൊമാറ്റോ ചട്നിയും ഇതും കൂടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ് മച്ചാനെ. നമ്മുടെ ഈ ബീഫ് പോലെ സൂപ്പറായിട്ടുണ്ട് മന്തി. അത് കൂടാണ്ട് ഈ ടൊമാറ്റോ ചട്നി സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായി. മച്ചാൻ എന്തായാലും ഷെഫ് തന്നെ, മിസ്റ്റർ ഷെഫ്. അടിപൊളിയുണ്ട്. ഇനി വേറെ ഒന്നും പറയാനില്ല. ഞാൻ കഴിച്ചാൽ നമ്മുടെ ചാലക്കുടിയിൽ ബീഫ് മന്തി അധികം കിട്ടാനില്ല. ഇപ്പോഴാണ് ഒരു പുതിയൊരു ഷോപ്പ് വന്നിട്ട് ബീഫ് മന്തി ഉണ്ടായിക്കണേ. അതിലും സൂപ്പറായിട്ടുണ്ട് ബീഫ് മന്തി. ഞങ്ങളൊക്കെ ഒല്ലൂർ പോയിട്ടാണ് കഴിക്കാറ്. അതിലും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടിപൊളി മച്ചാൻ, അടിപൊളി. അടിപൊളിയാണ്. ഒന്നും പറയല്ല. പക്ഷെ നമ്മുടെ ചട്നി ഉണ്ട്, അതാണ് എനിക്ക് എടുക്കാൻ